ഈ സാംക്രമിക രോഗങ്ങളെ ഏറെക്കുറെ നമ്മൾ നിർമ്മാർജ്ജനം ചെയ്തു. ഇപ്പോൾ മലമ്പനി ഇല്ല, അല്ലെ പോളിയോ ഏറെക്കുറെ മാറി. പക്ഷേ ഇപ്പോൾ ഹൃദ്രോഗം, രക്തസമ്മർദ്ദം, പ്രമേഹം ഇതെങ്ങനെയുള്ള ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ക്യാൻസർ ഒരു ജീവിതശൈലി രോഗമാണോ? തീർച്ചയായിട്ടും അത് വളരെ നല്ല ചോദ്യം. 2015-ലും 2016-ലും ഈ രംഗത്താണ് ഏറ്റവും അധികം അറിവുകൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ജീവിതശൈലി എന്ന് പറയുമ്പോഴത്തേക്ക് ദുശ്ശീലങ്ങൾ, പുകവലി, മദ്യപാനം, അമിതാഹാരം, വ്യായാമമില്ലാഴിക. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രമേഹം എടുത്തു കഴിഞ്ഞാൽ കേരളം പ്രമേഹത്തിൻ്റെ ലോക തലസ്ഥാനമാകുമെന്നാണ് പറയുന്നത്. ഹൃദ്രോഗം കുറച്ചൊക്കെ ഇപ്പം നമ്മൾ നിയന്ത്രിച്ചിട്ടുണ്ട്. കാരണം കൂടുതൽ അവബോധം ഉണ്ടായതിനെ തുടർന്ന് ആൾക്കാർ പുകവലി നിർത്തി, പലരും രാവിലെ വ്യായാമത്തിൽ നടക്കാൻ പോകുന്നുണ്ട്. ഇങ്ങനെ ചില നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ക്യാൻസറിന് വരുമ്പോഴേക്കും ഈ ഹൃദ്രോഗത്തെ തടയാനായിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ അനുവർത്തിച്ചുകൊണ്ട് ക്യാൻസർ തടയാൻ പറ്റില്ല. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ഈ ദുർമേധസ് അല്ലെങ്കിൽ അമിതഭാരം നമ്മുടെ ശരീരത്തിൻ്റെ ശരീരപ്രകൃതിയെ നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് BMI എന്ന് പറഞ്ഞാണ് തിരിക്കുന്നത്. അപ്പോൾ അതൊരു 25-നും 30-നും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അമിതഭാരം എന്നേ പറയുകയുള്ളൂ. 30 വയസ്സ് കഴിഞ്ഞാൽ ദുർമേധസ്, ഒബീസിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കുറയ്ക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ആഹാരം കുറയ്ക്കുന്നു, അല്ലെങ്കിൽ പോയി എക്സസൈസ് ചെയ്യുന്നു. രണ്ടും കൂടെ ചേർന്നാലേ നമുക്ക് BMI നോർമൽ ആ റേഞ്ചിൽ നിർത്താൻ പറ്റുള്ളൂ. 25-ന് അടുപ്പിച്ച്. ചില മിടുക്കന്മാർ വിചാരിക്കുന്നത് ഞാൻ എന്നും ജിമ്മിൽ പോകുന്നുണ്ട്, അതുകൊണ്ട് വൈകിട്ട് ചിക്കൻ ടിക്കായും ചിക്കൻ കുറുമയെ കുറച്ച് കൂടുതൽ കഴിച്ചളയാം, ബീഫ് പോലത്തെ ഇതൊക്കെ, അവിടെ 1 മണിക്കൂർ എക്സസൈസ് ചെയ്തല്ലേ. അതുകൊണ്ട് വലിയ പ്രയോജനമില്ല. ഹൃദ്രോഗം തടയാൻ ആ എക്സസൈസ് സഹായിക്കും, ക്യാൻസർ തടയാൻ അത് സഹായിക്കാൻ പോകുന്നില്ല. കാരണം ക്യാൻസർ തടയാൻ ആഹാരം കുറയ്ക്കുന്നതോടൊപ്പം വ്യായാമം കുറയ്ക്കുന്നതോടൊപ്പം BMI 25-ന് അടുത്ത് നിർത്തേണ്ടി വരും. ഇത് നമുക്കൊരു പുതിയ അറിവായിരുന്നു. പണ്ടൊക്കെ വ്യായാമം കൂട്ടിയാൽ നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് ഈ 25-ന് അടുപ്പിച്ച് നിർത്തിയില്ലെങ്കിൽ നമ്മുടെ ക്യാൻസർ റിസ്ക് കൂടി നിൽക്കുകയാണ്. അതിൻ്റെ ശാസ്ത്രീയ കാരണങ്ങൾ അവർ കണ്ടുപിടിച്ചു. കാരണം അവർ പറയുന്നത് നമുക്കിപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ തൂക്കം കൂടുമ്പോൾ ശരീരത്തിലുള്ള ഇൻസുലിൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്നിനെ സ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ പോയി നല്ലൊരു ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിൽ ഇൻസുലിൻ കുമിഞ്ഞു കൂടുകയാണ്. ഇങ്ങനെയുള്ള ഹൈപ്പർ ഇൻസുലിനീമിയ എന്ന് പറയും. ശരീരത്തിൽ ഇൻസുലിൻ്റെ തോത് വളരെ ഉയർന്നു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒളിഞ്ഞു കിടക്കുന്ന ക്യാൻസർ സെല്ലുകൾ ഇത് കാത്തിരിക്കുകയാണ് വളരാനായിട്ട്. അവയെ ഈ ഇൻസുലിൻ ഉത്തേജിപ്പിക്കും. ആഹാരത്തിൽ നിയന്ത്രണം വരുത്തിയാൽ ക്യാൻസറിന് വരാതിരിക്കും. തീർച്ചയായിട്ടും നല്ല ഏറ്റവും നല്ല ഉദാഹരണം റെഡ് മീറ്റ് നമ്മൾ അറിയില്ല, നമ്മുടെ ബീഫ്, പോർക്ക്, ഇത്തരം ആഹാരം കോളോൺ റെക്ടൽ ക്യാൻസറിൽ സ്വാധീനം ചെലുത്തുന്നു എന്ന് കണ്ടിട്ടുണ്ട്. ഞാൻ സ്വാധീനം ചെലുത്തുന്നത് മാത്രമേ പറഞ്ഞുള്ളൂ. കാരണം ഇപ്പോൾ ആരെങ്കിലും ബീഫ് കഴിച്ചതുകൊണ്ടോ പോർക്ക് കഴിച്ചുകൊണ്ടോ ഉടനെ ക്യാൻസർ വരണമെന്നില്ല. ഇതിൻ്റെ അടിസ്ഥാന കാരണം ഒരു ഡബിൾ ഹിറ്റ് തിയറി എന്ന് പറഞ്ഞാൽ ഡോക്ടർ നട്സൺ, എൻ്റെ സഹപ്രവർത്തനമാണ്, അദ്ദേഹമാണ് ഈ തിയറി മുമ്പോട്ട് വെച്ചത്. അദ്ദേഹത്തിൻ്റെ തിയറി നമുക്ക് ക്യാൻസർ വരാൻ സാധ്യതയുള്ള ഒരു ജനിതക വൈകല്യം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെയുള്ള ആഹാര പദാർത്ഥങ്ങൾ കഴിച്ചാൽ അവർക്ക് ക്യാൻസർ വരും. ചില ഭാഗ്യവാന്മാരുണ്ട്, നല്ല ഒന്നാന്തരം ജനറ്റിക് മേക്കപ്പിൽ ജനിക്കുക. നമ്മുടെ തലയിലെഴുത്തെന്ന് പറയില്ല, നല്ല തലയിലെഴുത്ത് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാണിച്ചാൽ നമുക്ക് പരിചയമുള്ള ഒരുപാട് പേര് തിരുവനന്തപുരത്ത് തന്നെ കാണും. 85-90 വയസ്സിൽ സിഗരറ്റ് വലിച്ചു, മദ്യപിക്കുന്നുണ്ട്, കൈ കണ്ട എല്ലാം കഴിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു കുഴപ്പം വരുന്നില്ല. അതിൻ്റെ കാരണം അവരുടെ ജനിതക ആരോഗ്യം നല്ല നിലയിലായിരുന്നു. പഴയ തലമുറയിൽപ്പെട്ട ആൾക്കാരായിരിക്കും. ജീൻസ്. ഇപ്പം ഞങ്ങൾ തമാശന് പറയാറുണ്ട്, യു ഹാവ് ടു ചൂസ് യുവർ പേരൻസ് വൈസ്ലി. അച്ഛനെ അമ്മയും സൂക്ഷിച്ചു വേണം തിരഞ്ഞെടുക്കാൻ.